മുഖം മൂടിയെടുക്കൂ. എനിക്ക് ഓർമ്മയില്ല. സത്യം പറയൂ, ചന്ദ്രൻ എവിടെ? എനിക്കറിഞ്ഞുകൂടാ. ഇവിടെ അറയിലിട്ട് പൂട്ടിൻ. ഒരുവനും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. സംശയം തോന്നുന്നവനെ ഉടൻ വെടിവെക്കൂ. ലൈറ്റ്സ് ഓഫ്. ചന്ദ്രൻ എവിടെ? കണ്ടില്ല ബോസ്. യെസ് ബോസ്. ഇവിടെല്ലാം പോയി അന്വേഷിക്കൂ. ചന്ദ്രൻ നിങ്ങളെ രക്ഷപ്പെട്ടു. നമ്മുടെ കഴിവുകേടിന് മറ്റുള്ളവരെന്തിനെ കുറ്റപ്പെടുത്തുന്നു? ഏതായാലും ശരി, രണ്ടിലൊന്ന് ഉടനെ അറിയണം. ചന്ദ്രൻ നിങ്ങളുടെ സഹോദരനായാലും കൊള്ളാം, നമ്മുടെ പൊതുശത്രുവാണ്. ആരായാലും ശരി, എന്റെ അനുജനെ അപായപ്പെടുത്താൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര കാലം ക്ഷമിച്ചത്. ചന്ദ്രനെ കൊല്ലാൻ പല സന്ദർഭങ്ങളും ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ അവന്റെ ജീവന് യാതൊരു തരത്തിലും ഹാനി വരാൻ പാടില്ല എന്ന് ഞങ്ങളുടെ ആളുകൾക്ക് ഞാൻ നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ടാണ് അവൻ ഇന്നും ജീവിക്കുന്നത്. അതെനിക്ക് പറയാം. നിങ്ങളുമായുള്ള എന്റെ ബന്ധത്തിന് എന്റെ അനിയന്റെ ജീവൻ ബലിയാകരുത്. നമ്മെ നശിപ്പിക്കണമെന്ന് മനഃപൂർവ്വം വിചാരിച്ച ശങ്കർ ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ല. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കേട്ടു. ഈ ഒരേ ഒരു കാരണത്തിന് നമ്മൾ തമ്മിൽ പിണങ്ങാൻ പാടില്ല. ഓക്കെ, നമ്മുടെ താമസം ഉടൻ തന്നെ ഇവിടെ നിന്ന് മാറ്റണം. ആശ്രമത്തിൽ പ്രവേശിക്കാൻ ആരെയും അനുവദിക്കണം. സ്വാമിജി തീർത്ഥാടനത്തിന് പോയിരിക്കണമെന്ന് എല്ലാവരോടും പറയണം. അതിനകം രക്ഷപ്പെടാനുള്ള മാർഗവും കണ്ടുപിടിക്കണം. പിന്നെ കാണാം. ക്ഷീണിച്ചിരിക്കുന്നത്? രാത്രിയിൽ വലിയ ജോലി തിരക്കായിരുന്നിരിക്കും. ഒന്നുമില്ല, ഇന്നലെ രാത്രി ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. കള്ളം. എന്നാൽ എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ പോയി. ചേട്ടന്റെ ഇഷ്ടം നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിനോട് യോജിച്ചതായിരിക്കണം. നീ എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മേജർ നായരുടെ വംശപരമ്പരയിൽ ഇതുവരെ ഒരു രാജ്യദ്രോഹി ഉണ്ടായിരുന്നില്ല. കുടുംബകാര്യങ്ങൾ എനിക്ക് നിന്നേക്കാളും അറിയാം. അറിയാമായിരുന്നെങ്കിൽ ഇങ്ങനെ നാണം കെട്ട ഒരു തൊഴിൽ ചേട്ടൻ പോകുമായിരുന്നു. എന്തു തൊഴിൽ? ആലോചിച്ച് സംസാരിക്കും. രാജ്യത്തെ ശത്രുക്കൾക്ക് ഒറ്റക്കൊടുത്ത് അതിൽ നിന്നും കിട്ടുന്ന ചില്ലിക്കാശ് കൊണ്ട് ജീവിക്കുന്ന ജൂഡാസിന്റെ തൊഴിൽ. ചന്ദ്ര, മര്യാദയ്ക്ക് സംസാരിക്കൂ. നീ എന്റെ അനുജനാണെന്ന് മറക്കരുത്. ചതിയിലും വഞ്ചനയിലും ലോകത്തെ കബളിപ്പിച്ച് രാജ്യത്തിന്റെ നിലനിൽപ്പ് തുരങ്കം വയ്ക്കുന്ന നിങ്ങൾ ഇനി എന്റെ ചേട്ടനല്ല. തെറ്റിദ്ധാരണ വെച്ച് എന്റെ മുഖത്ത് കരുതേക്കരുത്. തെറ്റിദ്ധാരണയല്ല, പ്രത്യക്ഷമായ തെളിവുകൾ. തെളിവുകൾ കേൾക്കട്ടെ. ശത്രുക്കളുടെ രഹസ്യങ്ങൾ ഞാൻ മനസ്സിലാക്കുമെന്ന് കരുതിയല്ലേ ചേട്ടൻ റെയിൽ പാളത്തിൽ നിന്ന് രക്ഷിച്ചപ്പോൾ എന്റെ പോക്കറ്റിൽ നിന്നും ആ ഡയറി എടുത്ത് മാറ്റിയത്? എനിക്കറിഞ്ഞൂടാ. എന്റെ പ്രധാനപ്പെട്ട പല വിവരങ്ങളും ശത്രുക്കൾക്ക് അപ്പോഴപ്പോൾ കൊടുത്ത് എന്റെ പ്രവർത്തനങ്ങളെ തടഞ്ഞിട്ടില്ലേ? ഇല്ല. ചാരസംഘത്തിന്റെ നേതാവായ ജാക്സനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചത് ചേട്ടനല്ലേ? അല്ല. അയാൾക്ക് പാസ്പോർട്ട് എടുത്തു കൊടുത്ത് വെളിനാട്ടിലേക്ക് പോകാൻ സഹായിച്ചതും ചേട്ടനല്ലേ? അല്ല. എന്റെ മുഖത്ത് നോക്കി പറയൂ. ഇന്നലെ രാത്രിയിലും
നിങ്ങളുടെ നേതാവായ സ്വാമിജിയുമായി നിങ്ങൾ ഗൂഢാലോചന നടത്തിയില്ലേ? നിർത്ത്. ഇനി ഒരു അക്ഷരം സംസാരിച്ചു പോകരുത്. സത്യമറിഞ്ഞപ്പോൾ മനസാക്ഷി പിടയുന്നു അല്ലേ? എന്തിനീ ദ്രോഹസംഘത്തിൽ ചേർന്നു? എന്തിനീ ഹീനകൃത്യത്തിൽ ഏർപ്പെട്ടു? വംശദ്രോഹി, കുടുംബദ്രോഹി, രാജ്യദ്രോഹി. അമ്മയെ കരുതി ഞാനിത് ക്ഷമിക്കുന്നു. ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ അനുജനല്ല. കുറ്റക്കാരെ അമർ ചെയ്യാൻ അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. ഒന്നുമില്ലമ്മേ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഇൻസ്പെക്ടറാണോ സംസാരിക്കുന്നത്? ഞാൻ ചന്ദ്രനാണ്. നിങ്ങൾ ഉടനെ എന്റെ വീട്ടിലേക്ക് വരണം. ഒരു കുറ്റവാളി അറസ്റ്റ് ചെയ്യാനുണ്ട്. താങ്ക് യു. ഈ വീട്ടിൽ നിന്നും ഒരു ദ്രോഹി രക്ഷപ്പെടാൻ സാധ്യമല്ല. എന്റെ മകനായാലും ശരി. ചന്ദ്ര, ചന്ദ്ര, ഇവനെ അറസ്റ്റ് ചെയ്യും. നാട്ടിനെ ഒറ്റിക്കൊടുത്ത ഈ മഹാഭാവിയെ നിന്റെ കൈ കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യും. ഇതങ്ങ് വയ്ക്കും. ക്ഷമിക്കണം ചേട്ടാ, ഞാൻ എന്റെ കടമ ചെയ്യുകയാണ്. ശങ്കർ, നിന്റെ പ്രവൃത്തിയുടെ ഫലം നിനക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ നീ തിരിച്ചു വരുമ്പോഴെങ്കിലും നല്ലവനായി വരുമെന്ന് ഞാൻ കരുതുന്നു. Take him to the locker. ஐயா, நாங்க மதுரை மீனாட்சியை பார்த்து கொடங்கலூர் அம்மாவை பார்த்து இங்கு வந்து சாமிஜியும் கும்பிட்டு போகலாம் என்று வந்திருக்கிறோம் ஐயா. சாமி தேசாட்டத்துல போயிருக்கையான அண்ணா அண்ணாச்சி. ஆமா, சாமி இங்க இல்லாததுனால. ஆமா, சாமி வரது வரைக்கும். ஆமா, நமக்கு இங்க பார்க்கலாம். ஆமா, ഇവിടെ ആരും പാർപ്പിക്കലില്ലല്ലോ. ஐயா, കുഞ്ചുസ്വാമി, இந்த ഭക്തജനങ്ങളെ ഉള്ള വിടുങ്കോ. ഓം കാളി, ഓം കാളി. ഒരു മാസം കഴിഞ്ഞ് വരണം. അതുവരെ ഗേറ്റ് തുറക്കണമെന്നാണ് കൽപ്പന.
കൊതിയുണ്ടെങ്കിൽ സത്യം പറയണം. ചന്ദ്രനെ ആര് രക്ഷിച്ചു? കള്ളം പറഞ്ഞ എനിക്ക് ശീലമില്ല. ഞങ്ങളെ ഒറ്റിക്കൊടുക്കാനല്ലേ നീ ചന്ദ്രന് ഫോൺ ചെയ്തത്? അവൻ എവിടെ? നമ്മെ പോലുള്ള രാജ്യദ്രോഹികളെ നാമാവശേഷമാക്കാൻ അവരിവിടെ എത്തും. നന്ദി കെട്ടവനെ. മാലേ, ഞങ്ങളെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയല്ലേ നീ ചന്ദ്രനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയത്? എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. ഓഹോ, നിന്റെ ശരിയുടെ ശിക്ഷ. ധൈര്യമുണ്ടെങ്കിൽ എന്നെ കൊല്ലേ. ഇതുപോലെ നിന്നോട് പറയാൻ ചോദിക്കാൻ ഒരാളിവിടെ എത്തും. അതിനു മുൻപ് നീ പോയിക്കോ. M9. ഏതായാലും നിങ്ങൾ പറഞ്ഞിരുന്നത് പോലെ തക്ക സമയത്ത് തന്നെ വന്നു ചേർന്നു. എല്ലാവരെയും അറസ്റ്റ് ചെയ്യും. വെള്ളിത്തല സ്വാമിജി തിരുവടികൾ എഴുന്നള്ളിയാലും ഇനി ആശ്രമവാസം ജയിലിൽ. ആ തല ഇഞ്ഞ് തന്നേച്ചു പോയാൽ കൊള്ളായിരുന്നു ഒരു നിലവിളക്കുണ്ടാക്കാൻ. എഴുന്നേൽക്കും. നടക്കാൻ
മാലി, നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ എന്റെ കടമ ചെയ്യും. എന്നാലും ഒരു കുറ്റബോധത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരപേക്ഷ മാത്രം. എന്താണ്? അനാഥയായ എന്റെ സഹോദരി ശാന്തിക്ക് വേണ്ട സഹായങ്ങളെല്ലാം അങ്ങ് ചെയ്തു കൊടുക്കണം. തീർച്ചയായും. ശാന്തി ഇന്നു മുതൽ എന്റെ സഹോദരിയാണ്. മാലയുടെ തിരിച്ചുവരവിന് വേണ്ടി 2 ഹൃദയങ്ങൾ കാത്തിരിക്കും. അതിലൊന്ന് വേദനിക്കുന്ന എന്റെ ഹൃദയമായിരിക്കും. ഗുഡ് ബൈ. മിസ്റ്റർ ചന്ദ്രൻ, നിങ്ങളുടെ സേവനങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഒരു കമ്പി സന്ദേശം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അഭിനന്ദനം. താങ്ക്സ്.